ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു അപ്ഡേറ്റ് ഉണ്ട്, നല്ല അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ വേക്കൻസി അഹമ്മദ് ഹോസ്പിറ്റലിന്റെ ആണ്, ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പൊ ഖത്തറിൽ ജോലി നോക്കുന്നവരൊക്കെ എന്റെ വീഡിയോ മുഴുവൻ കാണുക, അതുപോലെ തന്നെ ജോലി നോക്കുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് എന്റെ പേജ് എല്ലാവരോടും ഫോളോ ചെയ്യാൻ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വേക്കൻസീസ് ഒക്കെ പറയാം. ഒരു 10ഓളം വേക്കൻസി അവര് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പൊ ആദ്യത്തെ വേക്കൻസി ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ ആണ് കേട്ടോ. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് അവർ ചോദിച്ചിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ ഒക്യുപേഷണൽ തെറാപ്പി പ്ലസ് 2 years എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ QCHP ലൈസൻസ് ഒക്കെ എടുക്കാൻ എലിജിബിലിറ്റി വേണം, പ്ലസ് അറബിക് സ്പീക്കിംഗ് സ്കില്ല് വേണം, ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യയിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഖത്തറിൽ നിന്നാണെങ്കിൽ ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് വേണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ റിക്വയർമെന്റ്സ്. രണ്ടാമത്തെ വേക്കൻസി ആംബുലൻസ് സർവീസ് മെഡിക്കൽ ഡിസ്പാച്ചറിന്റെ ആണ് കേട്ടോ. അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ ചോദിച്ചിരിക്കുന്നത് 3 year ഡിപ്ലോമ എനി ഹെൽത്ത് കെയർ ക്ലിനിക്കൽ ഡിസിപ്ലിനാണ്, ഏതെങ്കിലും ഡിപ്ലോമ മതി കേട്ടോ, പ്ലസ് 2 years എക്സ്പീരിയൻസ്. അതാണ് അവരതിന് ചോദിച്ചിരിക്കുന്നത്, ആംബുലൻസ് സർവീസ് ഡിസ്പാച്ചർ. അപ്പോൾ ഈ ക്രൈറ്റീരിയ ഒക്കെ ഉള്ള ആൾക്കാര് ഓടിപ്പോയി അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ മൂന്നാമത്തെ വേക്കൻസി എന്ന് പറയുന്നത് എംപ്ലോയി ഹെൽത്ത് ആൻഡ് വെൽനസ് സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. അതൊരു അഡ്മിൻ ടൈപ്പ് ജോബാണ്, ക്ലിനിക്കൽ സപ്പോർട്ട്. അപ്പൊ അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫീൽഡ് ആണ് കേട്ടോ. ന്യൂട്രീഷണൽ ഡിഗ്രിയോ അല്ലെങ്കിൽ സൈക്കോളജിയിലൊക്കെയുള്ള ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. പ്ലസ് 6 years എക്സ്പീരിയൻസ് വേണം കേട്ടോ. HR എക്സ്പീരിയൻസ് പ്ലസ് ഹെൽത്ത് റിലേറ്റഡ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത പോസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എംപ്ലോയി ഹെൽത്ത് ആൻഡ് വെൽനസ് സ്പെഷ്യലിസ്റ്റ് ആണ് കേട്ടോ. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അടുത്തത് കൺട്രോളർ ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ ഇൻവെന്ററി മാനേജ്മെന്റിലേക്കുള്ള വേക്കൻസി ആണ്. അപ്പോൾ സപ്ലൈ ചെയിനിലൊക്കെ സർട്ടിഫിക്കേഷനും ബാച്ചിലർ ഡിഗ്രി ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അവരതിനകത്ത് കൂടുതലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അതിലൊക്കെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കേട്ടോ. അടുത്തത് അസിസ്റ്റന്റിന്റെ പോസ്റ്റ് ആണ് കേട്ടോ. അസിസ്റ്റന്റ്സിന് 2 പോസ്റ്റ് അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതായത് അഡ്മിനിസ്ട്രേഷനിലും, അതായത് അഡ്മിനിസ്ട്രേഷൻ ടൈപ്പ് ആണ് ജോബ്, സപ്പോർട്ട് സർവീസിൽ കേട്ടോ. 2 പോസ്റ്റാണ് അസിസ്റ്റന്റിന് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിന് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല, പക്ഷേ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. 3 മുതൽ 5 വർഷം വരെ എക്സ്പീരിയൻസ് ബയോമെഡിക്കൽ മെയിന്റനൻസ് മാനേജ്മെന്റ് അങ്ങനെയൊക്കെ ഉള്ളതിൽ ഒരു 3 to 5 years എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കേട്ടോ അത്. അതായത് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്ത് സപ്പോർട്ട് സർവീസിലൊക്കെ വർക്ക് ചെയ്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് കേട്ടോ. 2 പോസ്റ്റ് ഉണ്ട്. അടുത്തത് സ്റ്റോർ മാനേജറിന്റെ പോസ്റ്റ് ആണ് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ടൈപ്പ് ആണ്. അപ്പോൾ അതിന് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഡിഗ്രിയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് സ്റ്റോർ മാനേജറിന്റെ പോസ്റ്റ് കേട്ടോ. പിന്നെ ഓപ്പറേറ്ററിന്റെ പോസ്റ്റ് ഉണ്ട്. സപ്പോർട്ട് സർവീസിലാണ് വരുന്നത് ഓപ്പറേറ്റർ. അതിനവര് BSc, അതായത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി, BSc കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനോ BA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള എന്ത് കോഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, അതിലുള്ള എക്സ്പീരിയൻസും ഇത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റാണ് ഓപ്പറേറ്ററിന്റെ പോസ്റ്റ് കേട്ടോ. അടുത്തത് അടിപൊളി ഡയാലിസിസ് ടെക്നീഷ്യന്റെ വേക്കൻസി ആണ് കേട്ടോ. ഡയാലിസിസ് ടെക്നീഷ്യന്റെ 2 വർഷത്തെ കോഴ്സ് കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ കോഴ്സാണ്, പോസ്റ്റാണ്. 2 വർഷത്തെ കോഴ്സ് പ്ലസ് 5 years എക്സ്പീരിയൻസ് ആണ് ഡയാലിസിസ് ടെക്നീഷ്യന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ QCHP ലൈസൻസ് എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ഡയാലിസിസ് ടെക്നീഷ്യനൊക്കെ അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ എല്ലാവരും ഓടിപ്പോയി അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്ത പോസ്റ്റ് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആണ്. ഇത് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടിന്റെ. അതിന്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ BBAയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ഡിഗ്രി പ്ലസ് HR എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാം. 7 years എക്സ്പീരിയൻസ് വേണം കേട്ടോ. അപ്പൊ ഇതാണ് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടിന്റെ ക്വാളിഫിക്കേഷനും റിക്വയർമെന്റ്സും. അപ്പോൾ ഹെൽത്ത് റിലേറ്റഡ് ജോബ് നോക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ്. ആരെങ്കിലും ഡയാലിസിസ് ടെക്നീഷ്യനോ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഒക്കെ ഈ പോസ്റ്റ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ഓടിപ്പോയി അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ആരെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അഹമ്മദ് ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കിടപ്പുണ്ട് ഡീറ്റെയിൽസ് എല്ലാം. അപ്പൊ എല്ലാവരും ഓടിപ്പോയി ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ അതിന്റെ കാര്യങ്ങൾ.
കാര്യങ്ങളൊക്കെ. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.